ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗ സ്നേഹത്തോടു കൂടി തന്നെ വിനീതിനെ പരിചരിച്ചു. പിന്നീട് നേരം വെളുത്തു. നില വിനീതിനോട് ചോദിച്ചു, ഇനി വിനീതേട്ടൻ കുടിക്കില്ലെന്ന് പറഞ്ഞത് സത്യമാണോ? എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ എന്ന് പറയുന്നു. അപ്പോൾ വിനീത് ഏത്തമിട്ട്, വിനീതേട്ടൻ ഇനി കുടിക്കില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ നിളമോളാണേ സത്യം എന്ന് പറഞ്ഞ് തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന ഗംഗയ്ക്ക് ചിരി വന്നു. പിന്നീട് നിവിനെ ജയപാലൻ തോട്ടമോ ഭൂമിയോ എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നുണ്ട്. ജയപാലനോട് നിവിൻ ചോദിക്കുന്നത്, അങ്കിൾ ഈ ഭൂമി ഈയിടെ വാങ്ങിച്ചു എന്നല്ലേ പറഞ്ഞേ? ആ, ഈയിടെയല്ലേ അരവിന്ദൻ അങ്കിളിന്റെ വീട് ജപ്തിയായത് എന്ന് ചോദിക്കുമ്പോൾ ജയപാലന്റെ മുഖത്ത് ഉണ്ടാവുന്ന പരിഭ്രമം ശ്രദ്ധിച്ച് നിവിൻ ഇതിൽ എന്തോ ചതിയുണ്ടെന്ന് മനസ്സിലാക്കി കാവേരിയെ അപ്പൊ തന്നെ വിളിക്കുന്നു. കാവേരിയാണെങ്കിലോ ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല. അതേസമയം അന്നും രാത്രി വിനീത് ലേറ്റ് ആവുന്നത് കണ്ട് ശാരദ, വിനീത് ഇതുവരെയും വന്നില്ലല്ലേടി എന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നത്, ഇന്നും ഞാൻ അന്വേഷിച്ചു പോണോ? വഴിതെറ്റി പോകാൻ LKG കുട്ടിയൊന്നുമല്ലല്ലോ എന്ന് പറയുന്നു. പിന്നീട് വിനീതിന്റെ ടൈലർ ഷോപ്പാണ് കാണിക്കുന്നത്. സലീമിക്ക പറയുന്നത്, കുടുംബത്തിലെ പ്രശ്നമൊന്നും അങ്ങനെ ആർക്കും പരിഹരിക്കാൻ പറ്റില്ലടാ, ഒരബദ്ധം പറ്റിയതല്ലേ, സാരമില്ല, നീ കുറച്ച് മുല്ലപ്പൂവും അലുവായും വാങ്ങിക്കൊണ്ടു പോ, അതിൽ വീഴാത്ത ഒരു പെണ്ണുമില്ല എന്ന് പറയുന്നു. നിവിൻ വീണ്ടും കാവേരിയെ ഫോണിൽ ട്രൈ ചെയ്യുമ്പോൾ കാവേരി എടുക്കുന്നു. അപ്പോൾ നിവിൻ ചൂടായി പറയുന്നത്, കാവേരിയുടെ അച്ഛനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാ രാവിലെ മുതലേ ഞാൻ വിളിക്കുന്നത്. കാവേരിക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഫോൺ എറിയുന്നുണ്ട് നിവിൻ. ഇത് കേൾക്കുമ്പോൾ കാവേരിക്ക് വിഷമമാകുന്നു. എങ്കിലും കാവേരി ആ കാര്യം അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതറിഞ്ഞ കാവേരി പൊട്ടിക്കരയുന്നുമുണ്ട്. അച്ഛൻ അരവിന്ദന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ആ തോട്ടമോ ഭൂമിയോ എന്തോ. അതും ജയപാലൻ അങ്കിൾ ചതിച്ചോ എന്നോർത്ത് കാവേരി വിഷമിക്കുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കാണാൻ സഹകരിക്കുക. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.